ഹായ് ഫ്രണ്ട്സ്, പീരീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മുടെ കുട്ടീസ് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പം അവർക്ക് വേണ്ടി എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണമല്ലോ. അപ്പം എന്തുണ്ടാക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഫ്രിഡ്ജിനകത്ത് ഒരു സാധനം ഇരിപ്പുണ്ട്. എന്നാന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ചീരയാണ്. അപ്പം അത് വെച്ച് അവർക്കൊരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഹോം മെയ്ഡ് ടൊമാറ്റോ സോസും. അപ്പം നമുക്ക് ആ ചീര വെച്ചുള്ള നമ്മുടെ ആ റെസിപ്പി ഒന്ന് കാണാൻ പോയാലോ? വായു. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ വടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ്. ഇത് നമ്മുടെ ചുമലച്ചീരയാണ് കേട്ടോ. അത് ഞാൻ നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഈ ചുമലച്ചീരയ്ക്ക് പകരം നിങ്ങൾക്ക് ഇതിന്റെ മറ്റേ പച്ചച്ചീരയോ അല്ലെങ്കിൽ മറ്റേ പാലച്ചീര കിട്ടുന്നവരതോ യൂസ് ചെയ്യാവുന്ന കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നോണ്ടാണ് ഞാൻ ഇതെടുത്തത്. പിന്നെ സവോള, ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഇഞ്ചി, കറിവേപ്പില, പിന്നെ ഉഴുന്ന് ഞാനൊരു കുഞ്ഞു ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തേക്കുന്നത്. അത് കുതിർത്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഉഴുന്ന് നന്നായിട്ട് ആദ്യം തന്നെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തോണ്ട് വരാവേ. നമുക്കിത് ഉഴുന്ന് നല്ല ഫൈനായിട്ട് പറഞ്ഞാൽ തീരെ ഫൈനാകണ്ട, ചെറിയൊരു തരങ്ങ് കേട്ടോ ചേർത്തിട്ടുണ്ട്. നമുക്കിത് വെച്ചിടാം. ഇത്തിരി വെള്ളമൊന്നും വേണ്ട കേട്ടോ, ആയിട്ട് തന്നെ വേണം. ഉഴുന്ന് അരച്ചു കൊടുത്തി നമ്മളെ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചിയും കൂടെ അരച്ചിട്ടുണ്ടേ. കാരണം എന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ഉള്ളതായതുകൊണ്ട് ഇഞ്ചി കടിക്കണ്ടാവും. പിന്നെ ഞാൻ ഇതിനകത്ത് പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല, അതിന് പകരം കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്യുന്നു കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ചീര ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം കുറച്ച് മാത്രം ഉണ്ടാക്കുന്നുള്ളതാണ് ഇത്രയും കുറച്ച് ചീര എടുത്ത്. ഇപ്പം അതൊക്കെ അതിൻ്റെ അളവിനനുസരിച്ചെടുക്കണം കേട്ടോ. സവോള, നമ്മുടെ മിക്സിയിൽ ആ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ അതിനകത്തേക്ക് വയ്ക്കാം. ഇങ്ങനത്തെ ഒരു കുഴിയൻ തവിക്ക് ഒരു തവി റവയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നമ്മൾ റവ ആഡ് ചെയ്യുമ്പോൾ നല്ല ക്രിസ്മസും കിട്ടും, നല്ല സോഫ്റ്റ്നെസ്സും നമ്മുടെ ഈ വടക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു തവിക്ക് ഒരു 1.5 തവിയോളം ഗോതമ്പ് പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടുന്ന പിന്നെ നോക്കിയിട്ട് ആഡ് ചെയ്യാവേ. ഇനി കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ വേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ. എങ്കിൽ ആ സവോളയും ചീരയെല്ലാം അതിനകത്ത് മിക്സ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ വടയ്ക്ക് വേണ്ടിയിട്ടുള്ള കുഴച്ച ആ മാവിൻ്റെ പാകം. ഇങ്ങനെ ഈ ഒരു പാകത്തിൽ, ഈ ഒരു വെള്ളത്തിൽ കണ്ടോ, നമുക്കിങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിൽ നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. നമുക്ക് ആ നേരം കൊണ്ട് ഇതിൻ്റെ ഒരു കട്ടിങ്സ് ആയിട്ട് ഒരു ഹോം മെയ്ഡ് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് പോവാം. ബൈ. അപ്പം നമുക്ക് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം സാധനമൊന്നും വേണ്ട. നമ്മുടെ ടൊമാറ്റോ നടുവേ മുറിച്ചിട്ട് അതിനകത്ത് ആ കുരുവില്ലേ അതെടുത്ത് കളഞ്ഞ് വെച്ചതാണ്. ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കൊന്ന് നല്ല കട്ടി കുറച്ച് നല്ല ഫൈനായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാവേ. നമുക്ക് ഗ്യാസ് വെച്ചിട്ട് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാനുള്ള സാധനം എടുത്ത് വെക്കാം. സാധനം നന്നായിട്ട് ചൂടായിട്ടെ. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിത് കണ്ടോ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്യാം. ഈ സമയത്ത് തീ കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ടൊമാറ്റോ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന മധുരം ആഡ് ചെയ്യാം.
അതിൻ്റെ കൂടെ തന്നെ പിള്ളേർക്കായതുകൊണ്ട് നമുക്ക് ഒത്തിരി സ്പൈസി വേണ്ടല്ലോ, പിന്നെ ജസ്റ്റ് ആ കളറിന് വേണ്ടിയിട്ട്, പിന്നെ ഒരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് കാശ്മീരി വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ടൊന്ന് കൊടുക്കാം. എന്നിട്ട് ആ ഒരു വെള്ളമയം പോകുന്നതിന് വരെ തീ കൂട്ടി വെക്കാവേ. ഞാനങ്ങനെ പിള്ളേർക്ക് പുറത്തുനിന്നുള്ള ടൊമാറ്റോ സോസ് മേടിച്ച് കൊടുക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ അത് കേടാകാതിരിക്കാനും കെമിക്കൽസ് ഒക്കെ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അവർക്ക് ഇങ്ങനെ ടൊമാറ്റോ സോസ് വേണമെന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയില്ല. അപ്പോൾ കുഞ്ഞു പിള്ളേരുള്ള അമ്മമാർക്ക് ഒരു ഉപകാരമാണല്ലോ ഇങ്ങനെ ഒരു വീഡിയോ ഇടുവാണെങ്കിൽ, അവർക്കും കുട്ടികൾക്ക് കൊടുക്കാൻ മേലെ. അതിപ്പോൾ നമ്മുടെ ആ കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ടൊമാറ്റോ സോസിൻ്റെ അതേ കളറും ആ ഒരു ഡ്രസ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് ഒരു കുറച്ച് വിനാഗിരി ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് വേണ്ടുന്ന ഒരു കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാവേ. ഇപ്പം നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പം ഞാനൊരു കുറച്ച് ഉപ്പ് മാത്രമേ ഒഴിക്കുന്നുള്ളേ. ജസ്റ്റ് ഇച്ചിരി ഒന്നിത് തിക്കായിട്ട് വന്നോട്ടെ. പിന്നെ നമ്മളോട് കണ്ടമാനം തിക്കാക്കണ്ട, കാരണം എന്താ വെച്ചാൽ തണുത്ത് കഴിയുമ്പം കുറച്ചുകൂടെ തിക്കാകുവേ. നമ്മൾക്ക് ആ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന കറക്റ്റ് അതേ ടൊമാറ്റോ സോസ് തന്നെ യാതൊരു മായവും ഇല്ലാതെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുമേ. അപ്പം ഇതാണ് നമ്മുടെ ആ സോസിൻ്റെ ഒരു പരുവം. ഇതിന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ തിക്കാകുവേ, കുറുകിയേ. അപ്പം നമുക്കിനി ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്ക് വാങ്ങി വെക്കാവേ. നമുക്ക് ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതൊന്ന് കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ മാവ് എടുക്കാവുള്ളൂ. മാവ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം, ഇപ്പം വടയുടെ ഷേപ്പ് തന്നെ വേണമെന്നില്ല കേട്ടോ, ഏത് ഷേപ്പിലുണ്ടാക്കിയാലും ഒരു കുഴപ്പമില്ല. കുഞ്ഞായിട്ട് ഉണ്ടാക്കുന്നത് വലിയ വെള്ളം തൂത്തോണ്ട് വിട്ട് പോരാൻ എളുപ്പമുണ്ട്. കുഞ്ഞു കുഞ്ഞായിട്ട് ചുമരച്ചീര ആയതുകൊണ്ട് ആ കളറ് കാണാനൊരു നല്ല ഭംഗിയുണ്ടല്ലേ. ആ ഒരു ചീരയുടെ കളറ് അതും മാവും കൂടെ മിക്സ് ചെയ്ത് വന്ന് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാനേ. നമ്മുടെ മുരിങ്ങയുടെ ഇല വെച്ചും ഇതുണ്ടാക്കാം കേട്ടോ. ഒരു വട ഉണ്ടാക്കാം. ഇതെന്ന് പറയുന്നത് കുട്ടികൾക്ക് നല്ല ഹെൽത്തിയാണ്. ചീര കഴിക്കുകയില്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും കൂടെ ഇങ്ങനെ ഒരു സ്നാക്സ് ആക്കി കൊടുത്തു കഴിയുമ്പോൾ അവർ കഴിച്ചോളും. അപ്പം നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ്. റവയാണേലും ഗോതമ്പ് പൊടിയാണേലും ചീരയാണേലും. അപ്പോൾ പിള്ളേർക്ക് ഹെൽത്തി ആയിക്കോളും, അവർക്ക് 4 മണിക്കത്തേക്കുള്ളൊരു സ്നാക്സും ആയിക്കോളും. നമുക്കിനി ഇത് തീ കൂട്ടി വെച്ച് വെക്കാം. മറിച്ചിടുന്നിടം വരെ തീ കൂട്ടി വെക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ ആദ്യം ഇട്ടത് മറിച്ചിടാറായിട്ടുണ്ട്. നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം പയ്യെ. നല്ല ഉരിഞ്ഞ് വന്നിട്ടുണ്ടേ. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാവേ. ചുമരച്ചീരി ആയതുകൊണ്ട് നമ്മുടെ വട കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ആ ഒരു റെഡിഷ് കളറ് അതിനകത്ത് എടുത്ത് നിൽക്കുന്നതുകൊണ്ടേ നമുക്ക് നന്നായിട്ടൊന്ന് പൊരിഞ്ഞു വരട്ടെ. ഇത് നമ്മുടെ ചീരവട റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ വട കണ്ടോ, നല്ല ക്രിസ്പിയാണ്, നല്ല സോഫ്റ്റും കേട്ടോ. അതൊക്കെ നന്നായിട്ട് കാണാനും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ആ ഒരു റെഡും വൈറ്റും കളറോടുകൂടി. ഇനി നമുക്കിത് നമ്മുടെ കുട്ടീസിന് കൊടുക്കാവേ.
അപ്പം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചീരവടയും ടൊമാറ്റോ സോസും റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണേ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ല് കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നിടം വരെ ബൈ.